റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും, യേശുവിനെ കർത്താവെന്ന് ദൈവമെന്ന് വായ്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ റോഡിൽ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് വന്നാൽ പോരാ, അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞാൽ പോരാ. ആരോട് ഏറ്റു പറയണം? ആരോട് ഏറ്റു പറയണം? മറ്റുള്ള ജനങ്ങളോട് നമ്മൾ ഏറ്റു പറയണം. നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ ഏറ്റു പറയണം. നമ്മുടെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ ഏറ്റു പറയണം. പല പല നിന്ദകളും പല പല പ്രയാസങ്ങളും പല പല ദുഃഖങ്ങളും പല പല പീഡനങ്ങളും അവിടെ നിന്ന് വരും. അനുഭവിച്ചിട്ടുണ്ട്. അടി വരെ കിട്ടിയിട്ടുണ്ട്. ഇല്ല എന്നില്ല, അടി വരെ കിട്ടിയിട്ടുണ്ട്. മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് യേശു ഏറ്റുവാങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, ഒരു അംശം, ഒരു പറയാനേ ഇല്ല, ഒരു പൊടി പോലും ഇല്ല. യേശു എന്തുമാത്രം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ശിഷ്യന്മാർ, അപ്പോസ്തലൻ പൗലോസ് എന്തുമാത്രം പീഡനം. നമ്മളൊന്നും വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. പോട്ടെ. അപ്പോൾ പല പല പീഡനങ്ങളുണ്ടെങ്കിലും പല പല നിന്ദകളുണ്ടെങ്കിലും പല പല പ്രയാസങ്ങൾ വന്നാലും നമ്മൾ വായ് കൊണ്ട് അത്തരം കൊണ്ട് നമ്മൾ ഏറ്റു പറയണം. മറ്റുള്ള മുമ്പിൽ